കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, നമുക്കറിയാം പലപ്പോഴും കുടുംബ കോടതികളിൽ ഏറ്റവും അധികം ഉയർന്നു കേൾക്കുന്ന ഒരു സംഗതിയാണ് ഭാര്യയുടെ അവിഹിത ബന്ധം, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അവിഹിത ബന്ധം, അല്ലെങ്കിൽ ഇവരുടെ ഈ റിലേഷനിടയിലുണ്ടാകുന്ന കുട്ടികളുടെ പിതൃത്വം തുടങ്ങിയവുമായി ബന്ധപ്പെട്ടെല്ലാം ഒരുപാട് ഇഷ്യൂസ് കോടതികളിൽ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. അതിൽ 90% എന്താണ്, വ്യാജമായ പരാതികളാണ്. പലപ്പോഴും ഡിവോഴ്സ് കിട്ടുവാനായിട്ടുള്ള ഒരു 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 പ്രഷറൈസ് ചെയ്യിപ്പിക്കുന്ന ഒരു മെത്തേഡായിട്ടൊക്കെ നമുക്ക് പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. പക്ഷേ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഈ കള്ളപ്പരാതികളുടെ എണ്ണം കൂടിയത് കൊണ്ടാണോ എന്താണോ എന്നറിയില്ല, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഭർത്താവ് ഭാര്യയുടെ അഡൾട്ടറി പ്രൂവ് ചെയ്യുവാനായിട്ട്, അല്ലെങ്കിൽ ആ കുട്ടി തൻ്റേതല്ല എന്നുള്ളത് പ്രൂവ് ചെയ്യുവാനായിട്ട് ഭാര്യയുടെയും അതുപോലെ തന്നെ കുട്ടിയുടെയും ബ്ലഡ് സാമ്പിൾസ് ഒഫീഷ്യലായിട്ട് വേണം, DNA ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒഫീഷ്യലായിട്ട് വേണമെന്ന് കോടതിയോട് അപേക്ഷിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഭർത്താവിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ അഡൾട്ടറി പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും വലിയ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കോടതി ഒരു കാരണവശാലും ഒഫീഷ്യലായിട്ട് കുട്ടിയുടെയോ അല്ലെങ്കിൽ അമ്മയുടെയോ ബ്ലഡ് സാമ്പിൾസ് DNA ടെസ്റ്റ് നടത്തുവാനായിട്ട് ഈ ഭർത്താവിന് കൊടുത്തില്ല എന്നുള്ളതാണ്. അങ്ങനെ കൊടുക്കാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, അത് പലപ്പോഴും ആ കുട്ടിയുടെ ഫണ്ടമെൻ്റൽ റൈറ്റിന് അല്ലെങ്കിൽ മൗലിക അവകാശത്തിന്, ഭരണഘടനയിൽ പറയുന്ന മൗലിക അവകാശത്തിനെ അത് വയലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ചെയ്യും. ആർട്ടിക്കിൾ 21 അതുപോലെ തന്നെ ആർട്ടിക്കിൾ 14 അവിടെ മിക്സ് ചെയ്ത് വരുന്നുണ്ട്, വയലേറ്റ് ചെയ്യും എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല വിധിയാണോ മോശം വിധിയാണോ എന്നുള്ളത് അറിയില്ല. പക്ഷേ ഇങ്ങനെ ഒരു വിധി നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.